ടോവിനോ അടിപൊളിയാ, മാരക ലുക്ക. പല പല ഗെറ്റപ്പുകളുണ്ടല്ലോ, എല്ലാ ലുക്കിലും ഡ്രസ്സൊക്കെ സെറ്റാ. ടോവിനോടെ ആക്ടിങ് അടിപൊളിയാ, പല പല ഗെറ്റപ്പുകളാണ്. നല്ല പടമുണ്ട്, നല്ല അത്യാവശ്യം നല്ല പടം, നല്ല പടം. കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ഒരു ഇതുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് അഹങ്കാരമുള്ള ഒരാള് അഹങ്കാരമൊക്കെ മാറുന്ന ഏതെങ്കിലും നടന്മാരായിട്ട് തോന്നുമോ? ഏതെങ്കിലും ടൊവിനോ നല്ല സ്റ്റൈലിഷ് ആയിട്ട് സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന നടികർ എന്ന ചിത്രം, ലാൽ ജൂനിയറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ടൊവിനോയ്ക്കൊപ്പം സോബിൻ താഹിർ, ഭാവന തുടങ്ങിയ ഒട്ടേറെ താരനിരകൾ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ചിത്രത്തിന് ആദ്യം കണ്ടിരുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് പോകാം. അടിപൊളി, ഒന്നും പറയാനില്ല, കൊള്ളത്തില്ല, വലിയ സുഖമല്ലായിരുന്നു. മേക്കിംഗ് കുഴപ്പമില്ല, പക്ഷേ സ്ക്രീൻ പ്ലേ വെച്ചിട്ട് ആവറേജ് ആയിപ്പോയി. അവസാനമൊക്കെ ട്രെയിലറിൽ കാണിച്ചൊരു ഗുമ്മ സിനിമയിലില്ലായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ ഒരുമാതിരിയായി. ഗെറ്റപ്പുകളൊക്കെ ടൊവിനോ കൊള്ളായിരുന്നു, പക്ഷെ എന്നാലും ഒരു സിനിമ വർക്കായില്ല. സിനിമയ്ക്കകത്തുള്ള സിനിമയാണ്. വ്യത്യാസമായിട്ടൊന്നുമില്ല. സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറഞ്ഞിട്ട് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒക്കെ ഒരു വൈബായിരുന്നു, പക്ഷേ ആ ഒരു പഞ്ചില്ലായിരുന്നു. ലാൽ ജൂനിയറിൻ്റെ വീക്ക് പടം. ടോവിനോടെ ആക്ടിങ് അടിപൊളിയാ, പല പല ഗെറ്റപ്പുകളാണ്. നല്ല പടമുണ്ട്, നല്ല അത്യാവശ്യം നല്ല പടം, നല്ല പടം. ടൊവിനോയുടെ സ്റ്റൈലെല്ലാം അടിപൊളിയാണ്, നല്ല ട്രെൻഡായിട്ടായിരുന്നു. സിനിമയ്ക്കകത്തുള്ള സിനിമയുടെ കഥയല്ലേ? അടിപൊളിയാണ്. കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ഒരു ഇതുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ ഒരു 7/10 7 കൊടുക്കാം. നല്ല സ്റ്റൈലിഷ് ആയിരുന്നു. ഡ്രസ്സിങ് എല്ലാം അടിപൊളി, എല്ലാം ഫാഷൻ ട്രെൻഡിന് കൊള്ളാം. ട്രെയിലറിൽ കണ്ട ഒരു ഹൈപ്പൊന്നും പ്രതീക്ഷിക്കണ്ട, ആ ഒരു ഗുമ്മൊന്നും ഇല്ല. മറ്റേ മേക്കിംഗ് എങ്ങനെ ഉണ്ട്? അതൊക്കെ നൈസാ. ഇതുവരെയുള്ള പടത്തിലുള്ള വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? സെക്കൻഡ് ഹാഫ് ഇച്ചിരി ഫസ്റ്റ് ഹാഫ് ഫൈറ്റ് ഒക്കെ ഉണ്ടോ? കോമഡി എങ്ങനെ? ട്രാക്ക് എങ്ങനെയാണ് പടത്തിന്റെ? കോമഡി സിനിമയ്ക്കുള്ളിലെ സിനിമ മോഡലാണ്. കൊള്ളാം. എന്തെങ്കിലും മറ്റാരെങ്കിലും കളിയാക്കിയൊക്കെ ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു സ്പൂഫ് പോലെ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? നല്ല കണ്ടോണ്ടിരിക്കാം. ടോവിനോ അടിപൊളിയാ, മാരക ലുക്ക. പല പല ഗെറ്റപ്പുകളുണ്ടല്ലോ, എല്ലാ ലുക്കിലും ഡ്രസ്സൊക്കെ സെറ്റാ. എങ്ങനെയുണ്ട് ടോവിനോ? എങ്ങനെയുണ്ട്? സ്റ്റൈലിഷ് ആയിട്ടാണ്. ഡ്രസ്സിംഗ് എല്ലാം അടിപൊളി, മലയാളത്തിലൊരു ഐക്കൺ തന്നെ പറയാം മലയാള സിനിമയുടെ. പിന്നെ എങ്ങനെയുണ്ട് മേക്കിംഗ് മൊത്തത്തിൽ പടത്തിന്റെ സ്റ്റൈലൊക്കെ എങ്ങനെയുണ്ട്? സ്റ്റൈലൊക്കെ കൊള്ളാം, പക്ഷെ എന്നാലും ഒരു സ്റ്റോറി അങ്ങോട്ട് സ്റ്റോറിക്ക് കുറച്ചുകൂടി കഥ വേണം. സ്ക്രീൻ പ്ലേ ആയിട്ടില്ല. മൊത്തത്തിൽ മൂഡ് എങ്ങനെയുണ്ട്? കൊള്ളാം, കണ്ടിരിക്കാം. സൗബിൻ അടിപൊളിയാണ്. സൗബിൻ അടിപൊളി. മറ്റേ ഭാവന അങ്ങനെയൊക്കെയുള്ള ഭാവന കുറച്ച് ഇതൊക്കെ ഉള്ളൂ, എന്നാലും കൊള്ളാം. ആക്ഷൻ ഒക്കെ ഉണ്ടോ പടത്തിൽ? ആക്ഷൻ എന്ന് പറയുമ്പോൾ ഉണ്ട്. സൗബിന്റെയും ടൊവിനോടെയും കൂടെ സിനിമയുടെ കഥയാണ്. അപ്പോൾ അത് രീതിയിലാണ്. ഇതുവരെ ഒരുപാട് സിനിമ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ, അതിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഈ പടത്തിൽ കാണിക്കുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് ഉദയനാളധാരം അങ്ങനെയൊക്കെ ഒത്തിരി സിനിമയ്ക്കുള്ള സിനിമ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൽ ഈ സിനിമയ്ക്ക് അങ്ങനെ ഇതിൽ വ്യത്യസ്തമായിട്ട് ഉണ്ടോ, അതോ സ്ഥിരം നമ്മൾ കണ്ടുവരുന്ന സംഭവം തന്നെ? അങ്ങനെയെന്ന് വെച്ചാൽ കറക്റ്റ് അഹങ്കാരമുള്ള ഒരാള് അഹങ്കാരമൊക്കെ മാറുന്ന ഏതെങ്കിലും നടന്മാരായിട്ട് തോന്നുമോ? ഏതെങ്കിലും സിനിമയുടെ സ്പൂഫായിട്ട് അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ അറിയത്തില്ല. ശരി, എന്തായാലും വാച്ചബിളാ പടം. ടൊവിനോ ഫാൻസിന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു? അതുപോലെ സ്റ്റൈലിഷ് ആയിട്ടാണ് കാണിച്ചത്, മാസ് ലുക്കിലാണ് കാണിച്ചത്. ഡ്രസ്സിംഗ് ഒക്കെ അടിപൊളി, കോസ്റ്റ്യൂം പക്കയല്ലേ? ഏത് ഡ്രസ് ഇട്ടാലും ചേരും, ആ ഒരു സംഭവം ഉണ്ട് ഇല്ലേ? നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടായിരുന്നു. ഏത് ലുക്കിലും ചേരും, ഏത് ഹെയർ സ്റ്റൈലിലും. ഒരു മുടി വളർത്തിയിരിക്കുന്ന ഒരു സംഭവം, അത് സിനിമ അടിപൊളി. പല ഗെറ്റപ്പ് ഇഷ്ടപ്പെട്ടു. ഓക്കെ.